സോ മൊഡ്യൂൾ 5-ലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവ് ആണ്. അപ്പോൾ നമ്മൾ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിനെ പറ്റി അറിയണം. ദിസ് ഓൾസോ യു ഹാവ് ഓൾറെഡി ലേൺഡ് ഇൻ പവർ ഇലക്ട്രോണിക്സ്. അപ്പോൾ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് DC കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് AC കറണ്ടായിട്ട് മാറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻവെർട്ടറിനെയാണ് നമ്മൾ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ടും കറണ്ടാണ്, ഔട്ട്പുട്ടും കറണ്ട് തന്നെയാണ്. പക്ഷേ ഇൻപുട്ട് എന്ന് പറയുന്നത് DC ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് AC ആയിട്ട് കൺവേർട്ട് ചെയ്യും കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ. അപ്പം കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിനകത്ത് ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിനെ കറണ്ട് ഫെഡ് ഇൻവെർട്ടർ എന്നും നമ്മൾ പേര് വിളിക്കാറുണ്ട്. ഇതിനകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരിക്കലും ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യത്തേയില്ല. അതേപോലെ തന്നെ ലോഡ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും നേച്ചറും ലോഡ് ഇമ്പിഡൻസിനെ നമ്മൾ വെച്ചിരിക്കുന്ന ലോഡിനകത്തുള്ള ഇസ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ this figure shows the circuit diagram of a three-phase current source inverter. നമ്മൾ ഇതിനെ ഓട്ടോ സീക്വൻഷ്യൽ കമ്മ്യൂട്ടേറ്റഡ് ഇൻവെർട്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ASCI എന്നുള്ള ഇൻവെർട്ടർ എന്നും ആയിട്ട് പറയും. അപ്പോൾ നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓർ ഓപ്പറേഷൻ ഓഫ് ASCI എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് നൺ അതർ ദാൻ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ആണ്. ഇനി നമ്മളിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു ഇൻഡക്ടർ LD ഉണ്ട്. ആ ഇൻഡക്ടർ LD ഇസ് placed in series with the DC voltage source. ആ ഇൻഡക്ടർ ഇൻ സീരീസ് വിത്ത് ദി DC voltage source makes the current source. അതാണ് ആക്ച്വലി അതിൻ്റെ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. ഹെൻസ് ഇറ്റ് ഫങ്ഷൻ ആസ് എ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ. ഇനി ഈ സർക്യൂട്ടിനകത്ത് നമുക്ക് മൊത്തത്തിൽ രണ്ട് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ രണ്ട് ആംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ അപ്പർ ആമിൽ വരുന്ന തൈറിസ്റ്റേഴ്സ് 3 എണ്ണം ഉണ്ട്, T1, T3, T5. അതേപോലെ തന്നെ ലോവർ ആമിൽ വരുന്ന തൈറിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ T4, T6, T2. നിങ്ങൾ മുന്നത്തെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനകത്തൊക്കെ ഈ ഒരു ഓർഡറിൽ 1, 3, 5, 4, 6, 2 നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സിമിലർലി കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിനകത്ത് നമ്മൾ ആ നമ്പറിംഗ് അപ്പർ ഗ്രൂപ്പ് ഓഫ് തൈറിസ്റ്റേഴ്സ്, ലോവർ ഗ്രൂപ്പ് ഓഫ് തൈറിസ്റ്റേഴ്സ് നമ്പറിംഗ് ചെയ്യുന്നത് 1, 3, 5, 4, 6, 2 എന്നുള്ള രീതിയിലാണ്. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ വരുന്ന കാര്യം എന്ന് പറയുന്നത് കപ്പാസിറ്ററും ഉണ്ട്, ഡയോഡും ഉണ്ട്. അപ്പം ഈ ഡയോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 135 തൈറിസ്റ്റേഴ്സിന് കൂടെ തന്നെ ഇൻ സീരീസ് ആയിട്ടായിരിക്കും നമുക്ക് ഡയോഡ്സ് 135. അതാണ് ലോവർ ഗ്രൂപ്പ് തൈറിസ്റ്റേഴ്സിന് കൂടെ നമുക്ക് 462 ഡയോഡ്സ് ഉണ്ട്. അപ്പം ഈ ഡയോഡ്സ് നമ്മുടെ തൈറിസ്റ്റേഴ്സുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഡയോഡ്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്റർ ലോഡിനകത്തോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഡയോഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിനകത്ത് 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണുള്ളത്. ഒന്ന് മോഡ് 1 ഓപ്പറേഷൻ, ഒന്ന് മോഡ് 2 ഓപ്പറേഷൻ. അപ്പോൾ മോഡ് 1 ഓപ്പറേഷൻ്റെ ഫിഗറാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ മോഡ് 1 ഓപ്പറേഷനകത്ത് നമ്മുടെ അപ്പർ ഗ്രൂപ്പ് ഓഫ് തൈറിസ്റ്ററിനകത്ത് T1ഉം ലോവർ ഗ്രൂപ്പ് ഓഫ് തൈറിസ്റ്ററിനകത്ത് T2 മാത്രമായിരിക്കും ഓൺ ആയിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ തൈറിസ്റ്റേഴ്സും ഓഫ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് 2 thyristors T1 and T2 are conducting and the current is flowing through 2 phases A and C. A ഫേസിലും C ഫേസിൽ കൂടെ മാത്രമേ കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാം 3 കപ്പാസിറ്റേഴ്സ്, അപ്പർ ഗ്രൂപ്പ് ഓഫ് തൈറിസ്റ്റേഴ്സിലുള്ള 3 കപ്പാസിറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, C1, C3, C5. ഇതെല്ലാം ഓൾറെഡി ചാർജ്ഡ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ പ്രീ ചാർജ്ഡ് ആയിട്ടായിരിക്കും ഈ മോഡ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഇനി കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ തൈറിസ്റ്റ് എപ്പോഴാണ് ഓഫ് ആവുന്നത്, ഓൺ ആയിട്ടിരിക്കുന്ന തൈറിസ്റ്റേഴ്സ് ഓഫ് ആവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കമ്മ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് T3 ട്രിഗേർഡ് ആകുമ്പോഴാണ്. അപ്പോൾ T3 ഓൺ ആകുമ്പോഴത്തേക്കും ഒരു ലാർജ് റിവേഴ്സ് വോൾട്ടേജ് T1 എക്രോസ് വരും. അപ്പോൾ T1 എക്രോസ് ഒരു റിവേഴ്സ് വോൾട്ടേജ് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആകും. അപ്പോൾ കറണ്ട് പാത്ത് എന്ന് പറയുന്നത് അപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. C1 എക്രോസ് ഉള്ള വോൾട്ടേജ് അതേ കണക്ക് തന്നെ C5, C3 കപ്പാസിറ്റർ C3യുടെയും C5ൻ്റെയും C1 എക്രോസ് ഉള്ള വോൾട്ടേജ് ഓൾറെഡി ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിക്രീസ് ചെയ്യും. അങ്ങനെ മോഡ് 1 ഓപ്പറേഷനിൽ D3 വോൾട്ടേജ് മാത്രം പോസിറ്റീവായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡ് 1 ഓപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സും എഴുതണം, അതേപോലെ തന്നെ ആ ഫിഗറും വരയ്ക്കണം. So now coming on to the mode 2 operation of the current source inverter. മോഡ് 2 ഓപ്പറേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. മോഡ് 2 ഓപ്പറേഷനിൽ ഡയോഡ് D3 ഫോർവേഡ് ബയസ്ഡ് ആയിട്ടിരിക്കും. കറണ്ട് കപ്പാസിറ്റർ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിൽ തന്നെ ഫ്ലോ ചെയ്യും നേരത്തെ പോലെ.
അപ്പോൾ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട്, അവിടെ ഒരു കറണ്ട് എക്സിസ്റ്റ് ചെയ്യും, ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് എക്സിസ്റ്റ് ചെയ്യും. ആ സർക്കുലേറ്റിംഗ് കറണ്ടിന്റെ പാത്ത് എന്ന് പറയുന്നത് ഇക്വലന്റ് കപ്പാസിറ്ററിന്റെയും അതേക്ക് തന്നെ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള D1 D3യുടെയും ഡയോഡ്സിന്റെ ഇടയ്ക്കൂടെ ആയിരിക്കും ഈ ഒരു കപ്പാസിറ്റർ കറണ്ട് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് കറണ്ട് വരുന്നത്. അത് ഫേസസ് എ ആൻഡ് ബിയും ആയിരിക്കും ആ സമയത്ത് ഇൻവോൾവ്. വേറസ് ഇൻ മോഡ് 1 ഓപ്പറേഷൻ ഫേസസ് എ ആൻഡ് സി ആയിരുന്നു ഇൻവോൾവ് എങ്കിൽ മോഡ് 2 ഓപ്പറേഷനകത്ത് ഫേസസ് എ ആൻഡ് ബി ആയിരിക്കും ഇൻവോൾവ് ആയിട്ടുള്ളത്. ഈ കറണ്ട് ഓസിലേറ്ററി നേച്ചർ ആയിരിക്കും ആൻഡ് ഗോസ് ടു സീറോ ആഫ്റ്റർ സം ടൈം. അപ്പം എപ്പോഴാണോ ഈ കറണ്ട് സീറോ ആവുന്നത് ആൻഡ് ദാറ്റ് വിൽ മേക്ക് ദി മോഡ് 2 കമ്മിങ് ടു ആൻ എൻഡ്. അപ്പം മോഡ് 2 എൻഡ് ചെയ്യുന്ന സമയത്ത് ഡയോഡ് 1 ഓഫ് ആയിരിക്കും and the current path will be through T3, D3, phase B, A and back to supply. അപ്പോൾ നമ്മുടെ മോഡ് 2 ഓപ്പറേഷനും CSIയുടെ കഴിഞ്ഞു. So this figure shows the output waveforms of CSI. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഫണ്ടമെൻ്റൽ കോമ്പോണൻറ്റ് ഓഫ് ഔട്ട്പുട്ട് കറണ്ടിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് IA എന്നാണ്. ആൻഡ് IA is given by the equation √6/pi into ID. കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടോർക്ക് കൺട്രോൾ ഓഫ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ. അപ്പോൾ ഒരു ഗിവൺ സ്പീഡിന് ടോർക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ DC ലിങ്ക് വേരി ചെയ്യുക, അല്ലെങ്കിൽ DC ലിങ്ക് കറണ്ട് വേരി ചെയ്യുക. ആൻഡ് ദാറ്റ് DC ലിങ്ക് കറണ്ട് ക്യാൻ ബി വേരിഡ് ബൈ വേരിയിങ് ദ DC ലിങ്ക് വോൾട്ടേജ് VD. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോർക്കിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഇൻ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ. ഇനി നമുക്ക് ആ വേരിയബിൾ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് VD കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൺവേർട്ടേഴ്സ് ഇൻപുട്ട് സൈഡിൽ കൊടുത്താൽ മതി. അപ്പം സപ്ലൈ AC ആണെങ്കിൽ നമുക്ക് ആ വേരിയഡ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട്, വേരിയഡ് DC വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾഡ് റെക്ടിഫയർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ആ കൺട്രോൾഡ് റെക്ടിഫയർ നമ്മൾ സപ്ലൈയുടെയും ഇൻവെർട്ടറിൻ്റെ ഇടയ്ക്കായിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾ വോൾട്ടേജ് കിട്ടും. ആ വേരിയബിൾ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോർക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി സപ്ലൈ DC ആണെങ്കിൽ ഒരു ചോപ്പർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ഫിക്സഡ് DCനെ വേരിയബിൾ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, വിച്ച് അഗെയിൻ കൺട്രോൾസ് ദി ടോർക്ക്. സോ CSI ഫെഡ് ഇൻഡക്ഷൻ മോട്ടർ ഡ്രൈവ്സിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ AC സപ്ലൈ ആണെങ്കിൽ, നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ AC സപ്ലൈ ആണെങ്കിൽ നമുക്ക് ഒരു വേരി DC വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് ആ AC സപ്ലൈയുടെയും ആ CSIൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അതേസമയം സപ്ലൈ DC ആണെങ്കിൽ വേരിയബിൾ DC കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ ബിറ്റ്വീൻ ദ സപ്ലൈ ആൻഡ് CSI നമ്മളൊരു ചോപ്പർ ആയിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. Now we are moving on to the major differences between current source inverter and voltage source inverter. അപ്പോൾ current source inverter voltage source inverterനെ വെച്ച് നോക്കുമ്പം highly reliable ആണ്. ഇനി കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിനകത്ത് രണ്ട് ഡിവൈസസിൻ്റെ കണ്ടക്ഷൻ സെയിം ലെഗിൽ തന്നെ നടക്കും. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ലീഡ് ടു ലാർജ് റൈസ് ഇൻ കറണ്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇൻഡക്ടർ. അതായത് നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിനകത്ത് എന്തെങ്കിലും ഒരു സഡൻ റൈസ് ഇൻ കറണ്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ലിമിറ്റ് ചെയ്യാനുള്ള ഇൻഡക്ടറിൻ്റെ പ്രസൻസ് ഇല്ല. പക്ഷേ നമ്മുടെ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിനകത്ത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദി ഇൻഡക്ടർ ഈവൻ ഇഫ് ദ കറണ്ട് റൈസസ് ഇറ്റ് വിൽ ബി ലിമിറ്റഡ് ബൈ ദി ഇൻഡക്ടർ which is not present in voltage source inverter. ഇനി കറണ്ട് സോഴ്സ് ഇൻവെർട്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ തൈറിസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള HRC ഫ്യൂസസ് മാത്രമായിട്ട് ഉപയോഗിച്ചാൽ മതി. സിംപ്ലർ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ലെസ് കോമ്പണൻറ്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റും ലോ ലോസസും ആയിരിക്കും. പിന്നെ ഡു നോട്ട് റിക്വയർ ഫാസ്റ്റ് ടേൺ ഓഫ് ഇൻവെർട്ടർ ഗ്രേഡ് SCR. എല്ലാ ക്വാഡ്രൻസിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേപ്പബിലിറ്റി ഇതിനകത്തുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ടോർക്ക് ആൻഡ് കറണ്ട് ഓവർ എ വൈഡ് റേഞ്ച്. സോ കറണ്ട് സോഴ്സ് ഇൻവെർട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്ലോ കമ്മ്യൂട്ടേഷൻ കാരണം ഫ്രീക്വൻസി റേഞ്ച് ലിമിറ്റ് ചെയ്യാം, റിക്വയർ ലാർജ് ബൾക്കി DC ലിങ്ക് ഇൻഡക്ടർ. പിന്നെ കമ്മ്യൂട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെഷീൻ ലീക്കേജ് റിയാക്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ ഇറ്റ് ഷുഡ് ബി സ്മോൾ, അല്ലെങ്കിൽ വോൾട്ടേജ് സ്പൈക്ക് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നോ ലോഡിൽ CSI വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്ലോസ് ടു ലൂപ്പ് ഓപ്പറേഷൻ വേണം ബിക്കോസ് ഓഫ് ഇൻസ്റ്റെബിലിറ്റി. പിന്നെ ടോക്കിൽ പൾസേഷൻസ് ഉണ്ടാവാം, ഹാർമോണിക്സ്, ഹീറ്റിംഗ് പ്രോബ്ലംസ് ഒക്കെ ഈ ലോ ഫ്രീക്വൻസി കാരണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കുറവാണ്.